ഹായ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ലൈവൊന്നും ചെയ്യാറില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചായക്ക് അവിലും പപ്പടവും ആക്കി. അവിലും പപ്പടവും ചായയും കൂടി ആകുമ്പോൾ നല്ല കോമ്പിനേഷനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കിയതാണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് രസമുണ്ട്. അങ്ങനെ പിന്നെ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും കാണുമ്പോൾ ലൈക്കൊക്കെ ഇടാൻ മറക്കുക കേട്ടോ. അപ്പോൾ ലൈക്ക് ഇടണേ. ഞാനും മുന്നേ യൂട്യൂബ് കാണുമ്പോഴൊക്കെ ലൈക്ക് ഇടാൻ നീക്കി പോവാറാട്ടോ. ഇപ്പോഴാണ് ലൈക്കിൻ്റെ മഹാത്മ്യമൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇന്ന് ടൈലറിങ് സ്ഥലത്തേക്ക് പോയിട്ടില്ല. 2-4 ദിവസം ലീവ് എടുത്തു. തലകറക്കം അങ്ങനെ ചുറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ വീട്ടിലും തയ്ക്കാൻ വെച്ചിട്ട് തൽക്കാലം മെഷീനൊക്കെ ഒന്ന് തുടച്ച് ഇവിടെ സെറ്റാക്കി. ഇന്ന് തൊട്ടിട്ട് കുറേശ്ശെ തയ്ക്കണം. അങ്ങനെയൊക്കെ പിന്നെ ഇവിടെ ആയി കഴിഞ്ഞെങ്കിലും മറുഭാഗം മാത്രമാണ് അങ്ങനെ ചോരാത്ത സ്ഥലമുള്ളത്. ബാക്കി പഴയ തറവാടാണ്. 10-15 കൊല്ലം മുമ്പൊക്കെ ഒന്ന് റെഡിയാക്കി. 1-1.5 ലക്ഷം ചിലവാക്കിയിട്ടൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു കിട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലത്. ഈ മക്കൾ വലുതായി വരില്ല. അപ്പോൾ അവർക്കൊരു ഇനിയിപ്പോൾ ഇത് മൊത്തം പൊളിച്ചിട്ട് ഉണ്ടാക്കല് നല്ലത്. കാരണം അവിടെ ഇവിടെയൊക്കെ ചുമര് വീണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ നോക്കിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ നീണ്ടു പോവുകയാണ് വീട് പണി. അപ്പോൾ ഇനി സാവധാനം അത് തുടങ്ങണം. അങ്ങനെയൊക്കെ. പിന്നെ മഴ കൊണ്ട് ശല്യം ഉണ്ടോ? ഇവിടെ മുറ്റത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ നിറയെ വെള്ളം മുറ്റത്ത് വന്ന് നിൽക്കും. ഇവിടെയൊക്കെ നിറച്ച് വെള്ളം വന്ന് നിൽക്കും. അവിടെയൊക്കെ പാടം തോർത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നിറയെ വെള്ളം ഉണ്ടാവും. ആ വെള്ളമൊക്കെ കൊണ്ടെടുക്കും. അല്ലാണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ, പച്ചപ്പൊക്കെ കാണാൻ. എൻ്റെ പാത്രത്തിന് ഓട്ട വന്നു. അപ്പോൾ ചോരാതിരിക്കാൻ വേണ്ടി ഞാൻ ടൂട്ടസ് ഇങ്ങനെ വെച്ചിട്ട് ഉണക്കാൻ വെച്ചതാട്ടോ അവിടെ. അങ്ങനത്തെ പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമാവട്ടെ എല്ലാവർക്കും. പിന്നെ വീഡിയോയിൽ വരുന്നുണ്ട്. ലൈവിൽ പിന്നെ പറ്റുമ്പോൾ വരുന്നുണ്ട്.